തുടങ്ങുക തുടരുക ഈ തമ്പനയിൽ കണ്ടിട്ടാണ് ഇന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. സി ഇതിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഒരു സംഭവം, ഞാൻ എൻ്റെ ഗൈഡുമായിട്ട് മീറ്റ് ചെയ്ത സമയത്ത് ഗൈഡ് എന്നോട് പറഞ്ഞിട്ടുള്ള രണ്ട് വാക്കുകളാണ് തുടങ്ങുക തുടരുക. ഇതിനെക്കുറിച്ചിട്ട് ഞാൻ ഇന്ന് ആലോചിച്ച സമയത്ത് എൻ്റെ ലൈഫായിട്ട് എനിക്ക് നല്ലപോലെ കണക്ട് ചെയ്യാൻ പറ്റി. ആൻഡ് ഓൾസോ നിങ്ങളിൽ ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു ടോപ്പിക് ആവശ്യമുള്ളതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് തുടങ്ങുക അതുപോലെ തന്നെ തുടരുക. നമ്മളെ ലൈഫിലൊരു സംഭവത്തിലേക്ക് നമുക്ക് എത്തണം, അല്ലെങ്കിൽ നമുക്കൊന്ന് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സംഭവം തുടങ്ങണം, അതുപോലെ തന്നെ തുടരണം. ഇത് രണ്ടും എന്താണ് നമുക്ക് ആവശ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഗതി തുടങ്ങുക എന്നതും അതുപോലെ തന്നെ തുടരുക എന്നതും എന്താണ് ഭയങ്കര ടഫാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് എൻ്റെ ലൈഫായിട്ട് കണക്ട് ചെയ്തത് എന്ന് പറയാൻ റീസൺ, ഞാൻ കുറച്ച് കാലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ട് വന്നിട്ടുള്ള ഒരാളായിരുന്നു. എന്നാൽ കുറച്ചായിട്ട് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ഫിസിക്കലിയുള്ള പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ അല്ലാതെ ഇതിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത വിധം ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ വന്നത് കൊണ്ട് കൂടിയായിരുന്നു. ഈ ഒരു സമയത്ത് തിരിച്ച് ഈ ഒരു പാറ്റേണിലേക്ക് തന്നെ, അതായത് ആളുകളെ ലൈഫിലേക്ക് വാല്യൂസ് ആഡ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ടോപ്പിക്സ് വെച്ചിട്ട് വീഡിയോസ് എനിക്ക് ഇനിയും എടുക്കണം, ഒരുപാട് വീഡിയോസ് ഷെയർ ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ എൻ്റെ മൈൻഡിൽ ഒരു തോട്ട് വന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു ടോപ്പിക്, അതായത് തുടങ്ങുക തുടരുക എന്നുള്ളൊരു ടോപ്പിക് എടുക്കാനുള്ള റീസൺ എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു ടോപ്പിക് ജസ്റ്റ് തുടങ്ങുക തുടരുക, ഞാൻ ഇന്നലെ എൻ്റെ മാസ്റ്റർ ടോക്കിൽ പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എന്നാൽ കൂടി ചെറിയൊരു വീഡിയോയിൽ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംഗതി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വന്നിട്ടുള്ള ആളുകളായിരുന്നു. നിങ്ങളെ ഹാബിറ്റ് എന്നുള്ള രീതിയിൽ മേ ബി നിങ്ങൾ വായിക്കുന്നതോ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതോ അതെല്ലാം നിങ്ങളെ ഫ്യൂച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സംഗതി നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. ബട്ട് അത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് സ്റ്റോപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഫ്രം നൗ, ഈ ഒരു മൊമെൻറ്റ് മുതൽ എന്ത് ചെയ്യുക, അത് തുടരുക എന്നുള്ളതാണ്. കാരണം നമുക്ക് തുടങ്ങാൻ നല്ല ഊർജ്ജം ആവശ്യമാണ്, അതുപോലെ തന്നെ തുടരാനും നമുക്ക് എന്താണ് ഊർജ്ജം ആവശ്യമാണെന്നുള്ളതാണ്. ഈ ഒരു സംഗതിയിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഒന്ന്, നിങ്ങൾ ഇനി തുടങ്ങുന്ന സമയത്ത്, റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഏറ്റവും സ്മോൾ ആയിട്ടുള്ള രീതിയിൽ, ഏറ്റവും ചെറിയ രീതിയിൽ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളൊരു ജിമ്മിന് പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു 1 hour നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അതൊരു 10 minutes ഒക്കെ വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങളത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 minutes ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, അത് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്ത് പെർഫെക്ഷനിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സംഗതി ഇങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ അതിൽ ഒരുപാട് ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ടാവും, ഒരുപാട് പെർഫെക്റ്റ് ആയിട്ട് നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ നമ്മളൊരു കുറച്ച് സമയം ബ്രേക്ക് എടുക്കുന്ന സമയത്ത് അതിലൊരുപാട് ഇംപെർഫെക്ഷനൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് വരാതിരിക്കെ എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ ആ ചെയ്യുന്ന സംഗതിയിൽ പെർഫെക്ഷൻ എന്നതിലുപരി ആക്ഷൻ നിങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു സംഭവം. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങളെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു സ്റ്റോപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളെ സ്റ്റഡി റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവം, കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവം എന്തുമാവട്ടെ, അത് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ എന്ത് ചെയ്യുക, റീസ്റ്റാർട്ട് ചെയ്യുക, തുടങ്ങുക. അതുപോലെ തന്നെ ഇതിന് ശേഷം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു വാല്യൂ ആഡഡ് ടോപ്പിക്കുമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നാളെ തന്നെ മീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.